ഹായ് ഫ്രണ്ട്സ്, വീട്ടിലായാലും ഇഫ്താർ വിരുന്നായാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കായട അഥവാ ഉന്നക്കായ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ പഴുത്തിട്ടൊന്നുമില്ല, തൊലി അല്പം കറുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുമ്പോൾ പഴമാണ്. പഴം അധികം പഴുത്ത് പോകരുത് കേട്ടോ. അധികം പഴുത്ത് കഴിഞ്ഞാൽ എണ്ണ നല്ലവണ്ണം കുടിക്കും. അപ്പോൾ അധികം പച്ചയായി കഴിഞ്ഞാൽ ആ ഒരു കറകുത്തുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പഴം എടുക്കുന്നത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് നല്ല ഉന്നക്കായ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് 3 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഞാനിപ്പോൾ വലിയ പഴമായതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ 3 കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ എല്ലാ പഴവും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റീമറിൽ ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതുവരെ അടച്ചു വെച്ച് സ്റ്റീം ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ കണ്ട 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പഴം തൊട്ട് നോക്കുമ്പോൾ അതേ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റണം കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് മാറ്റിയതിന് ശേഷം ആ പുറം ഭാഗം വരുന്ന കറുത്ത തൊലി മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് ഉടച്ചെടുക്കാനാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് ഉടച്ചെടുക്കണം കേട്ടോ. ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഉടച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഇതുപോലത്തെ കയ്യിലുപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ഈ ഇതുപോലത്തെ കല്ലുപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊതുവേ ഇതുപോലത്തെ കയ്യിലുപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ സാധാരണ ഉടച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിത് ഉടച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുത്തിട്ട് നമ്മളെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫില്ലിങ് തയ്യാറാക്കണം. ഞാൻ മുട്ട വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് നമുക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ 1 കിലോ പഴത്തിന് 4 മുട്ട വേണം. അതിപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ നിങ്ങൾ 3 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് ചെറിയ മുട്ടയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ 4 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 4 മുട്ടയ്ക്ക് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മളെ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം, അതുവരെ നന്നായിട്ട് മിക്സാക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ വെക്കാം. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ അതിലോട്ടേക്ക് നമ്മൾ കുറച്ച് കിസ്മിസും കാഷ്യൂസും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ കിസ്മിസും നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റായ ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ മുട്ട നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇതേ ഫില്ലിങ് മുട്ടക്ക് പകരം നിങ്ങൾക്ക് തേങ്ങ വെച്ചിട്ടും ഇതേ ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. ചെറിയ തേങ്ങ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അതായത് കൈവിടാതെ നല്ലവണ്ണം തന്നെ ഇളക്കി നമ്മൾ ഈ മുട്ട നന്നായിട്ട് തന്നെ ഒരു ഫ്രൈ ആയിട്ട് എടുക്കണം. കണ്ട ഈ ഒരു സ്റ്റേജിലായിട്ട് കിട്ടണം. നമ്മൾ മുട്ടനുള്ള നീരൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കണ്ടോ, നിങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും ആ ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ആയിട്ട് വരും. ആ നിലയിൽ ഇവർ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടപ്പണ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഉണ്ടോ? നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തു. ഇനി നന്നായിട്ട് മുട്ടപ്പണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പണ്ടം റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം ഓയിൽ എടുക്കണം കേട്ടോ, നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നു നോക്കാം. ആദ്യം തന്നെ കൈവെള്ളയിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കാം, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുക്കുക, അതായത് നമ്മൾ പഴം എടുക്കുക. പഴം മിക്സ് എടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ കൈവെള്ള വലിച്ചത് ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ, ഒരു വട്ടത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ചെറിയ കായയുടെയാണോ തയ്യാറാക്കുന്നത്, കുറച്ച് കായ എടുത്താൽ മതി. കുറച്ച് വലുതാണെങ്കിൽ കുറച്ച് വലുതെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള കായയുടെയാണ് തയ്യാറാക്കുന്നത്. ഇനി പരത്തി വെച്ച പഴത്തിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ മുട്ടപ്പണ്ടം വെച്ച് കൊടുക്കാം. ഇതിന് സെൻറ്ററിൽ തന്നെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു രണ്ട് ഭാഗത്തു നിന്നും നന്നായിട്ട് തന്നെ പഴം ഒന്ന് കൂട്ടി ഒന്ന് നമ്മളെ മുട്ടപ്പണ്ടം പുറത്ത് കാണാത്ത വിധത്തിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ കൈ കൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളെ പഴം എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് കവർ ചെയ്ത് വരണം. നമ്മൾ മുട്ടപ്പണ്ടം പുറത്ത് കാണാത്ത നിലയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കൈവെള്ളയിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഒരു കായയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് അഥവാ ഈ കായയുടെ ആ ഒരു ഷേപ്പ് ആക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, അതായത് നമുക്കിതുപോലത്തെ അച്ച് വാങ്ങാൻ കിട്ടും കേട്ടോ. എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇതുപോലത്തെ പല ടൈപ്പുള്ള അച്ചുകളുണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ കായയുടെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ രീതിയിലും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു അച്ചെടുത്തിട്ട് അതിലോട്ടേക്ക് അല്പം ഓയിൽ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം അതൊന്ന് പ്രസ് ചെയ്ത ശേഷം നമ്മുടെ കുറച്ച് പഴം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, എല്ലാ ഭാഗത്തും പ്രസ് ചെയ്ത് കൊടുക്കുക. എന്ന് എടുക്കേണ്ട ഒരു ഓൾസ് വേണം കേട്ടോ. ഇവിടെ ഒരു ഓൾസ് വെച്ചിട്ട് ബാക്കി എല്ലാ ഭാഗത്തോട്ടേക്കും പഴം വരത്തക്ക നിലയിലാക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മുട്ടപ്പണ്ട് എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ച് കൊടുക്കണം. അവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കായ എടുത്തിട്ട് അതിനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ആ മുട്ടപ്പണ്ട കാണാത്ത നിലയിലൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കായയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ഷേപ്പിൽ, ഒരു ഉള്ളിയുടെ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതുപോലെ നമുക്ക് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഒരുപാട് പേർ പറയുന്ന കംപ്ലൈൻ്റാണ് നമുക്ക് കായയുടെ ആ ഒരു ഷേപ്പിലാക്കാൻ കിട്ടുന്നില്ല, എണ്ണയിലിടുമ്പോൾ പൊട്ടുന്നു എന്നൊക്കെ. ഈ ഒരു ഷേപ്പിലാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇതേ കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അച്ചിലും വെച്ചിട്ടുണ്ട്, സാധാരണ കൈയോട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ട് രണ്ട് രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചീനച്ചട്ടിയിലായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കുഴിയുള്ളൊരു പാനോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. അതിലോട്ടേക്ക് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മുടെ തയ്യാറാക്കിയിട്ടുള്ള ഓരോ കായയുടെയും ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. നമ്മൾ ഇട്ടപാട് അത് പെട്ടെന്ന്, അതായത് ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. ഈ എണ്ണയിലിടുമ്പോൾ പ്രത്യേകിച്ച് അതൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇട്ടിട്ട് 1-2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളൊന്ന് ഇളക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കൂടുതൽ സമയം എണ്ണയിൽ കിടന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്യരുത്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോരി മാറ്റണം. ഇത് ഓൾറെഡി എല്ലാം കുക്ക്ഡാണ്.
പൊതുവേ നമ്മുടെ കണ്ണൂർക്കാർ അധികം അതായത് മുട്ടപ്പണ്ടം വെച്ചിട്ടാണ് നമ്മൾ കായയുടെ കൂടുതലും തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുട്ട താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കായയുടെ ഇവിടെ രണ്ടും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കോരി മാറ്റാം. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 കായയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ആ ഒരു അച്ചിൽ ചെയ്തിട്ടുള്ള ആ ഒരു മോഡൽ, നമ്മുടെ ഉള്ളിയുടെ മോഡലുള്ളതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇട്ടപാട് നമ്മൾ ഇളക്കി കൊടുക്കരുത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റുള്ള കായയുടെ തയ്യാറാക്കാം. ദേ ഇപ്പോൾ അതും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ 2 ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ കായയുടെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കായയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ടേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എത്രയൊക്കെ സ്നാക്ക് കഴിച്ചാലും നമ്മൾ ഉന്നക്കായ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു മടുക്കാത്തൊരു സ്നാക്കാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ നല്ല ഭംഗി. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകും കഴിക്കാൻ. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ആ മുട്ടപ്പണ്ടൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അധികം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും.